ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുകയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ബുക്സ് അഥവാ കണക്കുകൾ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നല്ല രൂപത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് നിലവിൽ റെഡ് ഫ്ലാഗുകൾ ഒന്നുമില്ല, അഥവാ തടസ്സങ്ങൾ ഒന്നുമില്ല. പുതിയ ഇൻവെസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ഡീൽ പൂർത്തിയാകണമെങ്കിൽ ഇനിയും 10% മുതൽ 20% വരെ വർക്കുകൾ പൂർത്തിയാകാനുണ്ട് എന്നുള്ളതാണ്. അതായത് ഡീൽ പൂർത്തിയാകുന്നതിന്റെ തൊട്ടരികിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത്. കാര്യങ്ങളിൽ പുരോഗതിയുണ്ട്. ഏകദേശം 80% വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ഡീൽ പൂർത്തിയാക്കണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സുപ്രീം കോടതിയുടെ ഒരു അനുമതി ആവശ്യമാണ്. അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിലെ ഉടമസ്ഥർ അഥവാ മാഗ്നം സ്പോർട്സ് ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാഗ്നം സ്പോർട്സ് ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായ കാര്യമാണ്. അത് അവർ ഒന്ന് വേഗത്തിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ചില താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സീസണിലേക്ക് കൊണ്ടുവരേണ്ട ചില താരങ്ങളുടെ ഒരു പട്ടിക ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിക്കൊണ്ട് അഭിക് ചാറ്റർജി തന്നെ തുടരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ഡീൽ പൂർത്തിയായാൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അതായത് ട്രാൻസ്ഫറുകൾ നടത്തുക ഇൻവെസ്റ്റ്മെന്റ് ഡീൽ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി ആശിഷ് നേഗി പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ വരുന്നത് ഒരു കൺസോർഷ്യമാണ്. ആ കൺസോർഷ്യത്തിൽ ഇന്ത്യക്ക് അകത്തുള്ളവരും അതുപോലെ തന്നെ വിദേശത്തുള്ളവരും ഉണ്ട് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഭൂരിഭാഗം പേർക്കും ഒരു കേരള കണക്ഷൻ ഉണ്ട് എന്നുകൂടി ആശിഷ് നേഗി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതായത് കാര്യങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പുതിയ ഇൻവെസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ റെഡിയാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു അനുമതി ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ 20% വർക്കുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ആശിഷ് നേഗി നൽകിയിട്ടുള്ള അപ്ഡേറ്റ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.